ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കണവ എന്ന് പറഞ്ഞ ഫിഷിൻ്റെ റോസ്റ്റാണ്. കണവ ഫിഷ് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി അത് ചെറിയ പീസാക്കി നുറുക്കി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതിന് ആവശ്യത്തിന് പാകത്തിന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുടംപുളിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കണവയാണിത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളി ഒരു 5 എണ്ണം, ഇഞ്ചി ഒരു ചെറുതായിട്ട്, ഒരു സവാള, ഒരു 7 ചുമന്നുള്ളി, വേപ്പില, പച്ചമുളക്, ഇത്രയാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷമാണ് നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലൊക്കെ നല്ല ഫ്ലേവർ ആയിട്ടുണ്ട്. നമുക്ക് സവാള ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളി, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. നമുക്ക് അവസാനമായിട്ട് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാനുള്ള ടൈമാണ്. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് ഒരല്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, അത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കണവ ചേർത്ത് കൊടുക്കാം. പുളി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുകൊണ്ട് പുളി മാറ്റിയതിന് ശേഷം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടെടുക്കാം. ഇപ്പോൾ കണവ നല്ല റോസ്റ്റഡ് പരുവത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കണവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണവയുടെ സീസൺ ആകുമ്പോൾ ഇങ്ങനൊരു റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു വേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.